Hi guys, welcome to Veranda Race Malayalam YouTube channel. So നമുക്കറിയാം ഈ ഒരു മാർച്ച് വീക്ക് എന്ന് പറയുന്നത് മാർച്ച് 8 നമ്മൾ ഇന്റർനാഷണൽ വുമൻസ് ഡേ ആചരിക്കാൻ പോവുകയാണ്. സോ ഈ ഒരു വുമൻസ് ഡേയോടനുബന്ധിച്ച് നമ്മൾ വെറാൻഡ റേസ് എന്ന് പറയുന്നത് ഒരു സ്പെഷ്യൽ ഒരു സീരീസ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. കാരണം SSC ആണെങ്കിലും അല്ലെങ്കിൽ റെയിൽവേ ജോബ്സ് അതേപോലെ തന്നെ ബാങ്ക് ജോബ്സ് എന്ന് വെച്ചാൽ പബ്ലിക് സെക്ടറിൽ വരുന്ന ജോബ്സുകൾ വുമൻസിന് കുറച്ചും കൂടെ എന്തൊക്കെ ഓപ്പർച്യൂണിറ്റീസ് ആണ് വരുന്നത്, വുമൻസിന് എന്തൊക്കെ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്, അല്ലെങ്കിൽ വുമൻസിന് എന്തൊക്കെയാണ് നമുക്കുള്ള പ്രയോറിറ്റീസ്, സോ അതെല്ലാം പറഞ്ഞു തരുന്ന ഒരു സീരീസ് നിങ്ങൾക്ക് അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ വെറാൻഡ റേസ് ഈ ഒരു വുമൻസ് ഡേയോടനുബന്ധിച്ച് നടത്തുന്ന ഒരു സീരീസ് ഓഫ് പ്രോഗ്രാംസ് ആണ് വരുന്നത്. സോ ഈ ഒരു പ്രോഗ്രാംസിന്റെ ഫസ്റ്റ് ഇനിഷ്യേറ്റീവ് ആയിട്ട് നമ്മൾ പോകുന്നതെന്ന് പറഞ്ഞാൽ ഓപ്പർച്യൂണിറ്റി ഫോർ വുമൻസ് ഇൻ ഗവൺമെന്റ് ജോബ്. സോ ഇതെന്ന് പറഞ്ഞാൽ വുമൻസിന്റെ സാധ്യതകൾ എന്തൊക്കെയാണ്, ഗവൺമെന്റ് ജോബ്സിൽ നമുക്ക് എന്തൊക്കെ സാധ്യതകൾ ഉണ്ട് എന്നുള്ള രീതിയിലാണ് ഈ ഒരു സെഷൻ പോകുന്നത്. സോ നമുക്ക് ജസ്റ്റ് ഒന്ന് അനലൈസ് ചെയ്യാം. നമുക്കറിയാം മാർച്ച് 8 ഇന്റർനാഷണൽ വുമൻസ് ഡേ ആണല്ലേ. എത്ര പേർക്കറിയാം വുമൻസ് ഡേയുടെ തീം എന്താണെന്ന് വെച്ചാൽ ഈ ഒരു മാർച്ച് 8 നടത്തുന്ന ഇന്റർനാഷണൽ വുമൻസ് ഡേയുടെ തീം എന്ന് പറയുന്നത് ഇൻവെസ്റ്റ് ഇൻ വുമൺ ആക്സിലറേറ്റ് പ്രോഗ്രസ് എന്നാണ് അല്ലേ. ഇൻവെസ്റ്റ് ഇൻ വുമൺ ആൻഡ് ആക്സിലറേറ്റ് പ്രോഗ്രസ്. സോ വുമണിൽ ഇൻവെസ്റ്റ് ചെയ്യുക, അങ്ങനെ പ്രോഗ്രസിൻ്റെ അടുത്തോട്ട് ആക്സിലറേറ്റ് ചെയ്ത് പോവുക, ആ ഒരു രീതിയാണ് നമ്മുടെ ഫ്യൂച്ചറിനെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്. നമ്മുടെ ഫ്യൂച്ചർ ഇനി ഈ ഒരു വുമൻസിനെയും കൂടെ കൊണ്ടുവരിക എന്നുള്ള രീതിയിലാണ് ഈ ഒരു നമ്മുടെ ഇന്റർനാഷണൽ വുമൻസ് ഡേ എന്ന് പറയുന്നത്. വുമൻസിന്റെ ഇക്വാളിറ്റിക്ക് വേണ്ടിയിട്ടും അവരെയും എന്താണ് എപ്പോഴും വുമന്റെ സമത്വം അതാണ് നമ്മൾ എപ്പോഴും നോക്കുന്നത്. സോ ഈ ഒരു രീതിയിൽ വുമൻസിൽ ഇൻവെസ്റ്റ് ചെയ്യുക, ആക്സിലറേറ്റ് പ്രോഗ്രസ് ചെയ്യുക. എന്നാൽ ഇന്ത്യയിൽ ഇതിൻ്റെ സ്ഥിതി എന്താണെന്ന് നോക്കാൻ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ളൊരു മാർഗം എന്ന് പറയുന്നത് പബ്ലിക് സെക്ടറിലുള്ള ജോബ്സുകളൊന്ന് എടുത്തു നോക്കിയാൽ മതി. നമ്മുടെ ഇന്ത്യയിൽ എന്ന് പറയുന്നത് നമ്മൾ പോപ്പുലേഷൻ നോക്കുവാണെങ്കിൽ വുമൺ ടു മെൻ റേഷ്യോ എന്ന് പറയുന്നത്, വുമൺ എന്ന് പറയുന്നത് 48.41% എന്ന് പറയുന്നത് ഇന്ത്യയിൽ എന്താണ് വുമൺ ആണുള്ളത് അല്ലേ. 48.41% ഇന്ത്യയിൽ വുമൻസ് ആണുള്ളത്. സോ വുമൻസിന്റെ റേഷ്യോ എന്ന് പറയുന്നത് 48.4, ദെൻ മെന്നിന്റെ റേഷ്യോ എന്ന് പറയുന്നത് 51.59 ആണ്. എന്ന് പറഞ്ഞാൽ വുമൺ ടു മെൻ റേഷ്യോ എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് ഈക്വൽ ആണ്, സമമായിട്ട് നിൽക്കുന്നതാണ് ഇന്ത്യയിലെ പോപ്പുലേഷന്റെ അടിസ്ഥാനത്തിൽ. വേൾഡ് ബാങ്ക് 2023 ഇതാക്കിയിട്ടുള്ള ഒരു റേഷ്യോ ആണിത്. സോ ഈ ഒരു റേഷ്യോ അനുസരിച്ച് നമ്മുടെ വുമൺ ടു മെൻ റേഷ്യോ എന്ന് പറയുന്നത് എന്താണ്, ഈക്വൽ ആയിട്ടാണ് നിൽക്കുന്നത്. എന്നാൽ നമുക്കറിയോ ഇതിൽ എത്ര വുമൻസ് അല്ലെങ്കിൽ എത്ര ഈ ഒരു ഈക്വൽ റേഷ്യോയിൽ എത്ര പേര് ഒരു പബ്ലിക് സെക്ടർ ഫേമിൽ വർക്ക് ചെയ്യുന്നുണ്ടെന്ന്. പബ്ലിക് സെക്ടർ ഫേം എന്ന് പറയുന്നത് നമ്മുടെ ഗവൺമെന്റ് ജോബ്സിൽ SSC ആയിക്കോട്ടെ, സെൻട്രൽ ഗവൺമെന്റ് അല്ലെങ്കിൽ PSC, ആ ഒരു നമ്മുടെ സെൻട്രൽ ഗവൺമെന്റ്, സ്റ്റേറ്റ് ഗവൺമെന്റ്, അതേപോലെ തന്നെ അങ്ങനെയുള്ള ബാങ്ക്സ്, അതിലെല്ലാം വർക്ക് ചെയ്യുന്നവരെ കൂടെ എടുക്കുമ്പോഴത്തേന് നമ്മുടെ വുമൺ ടു മെൻ റേഷ്യോ പബ്ലിക് സെക്ടറിൽ 9.35 വുമൻസ് മാത്രമേ, എന്ന് വെച്ചാൽ 100%-ൽ 9.35% വുമൻസ് മാത്രമേ ഒരു പബ്ലിക് സെക്ടർ ഫേമിൽ വർക്ക് ചെയ്യുന്നുള്ളൂ. സോ ഇവിടെ നോക്കിയാൽ എങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റും വുമൻസിൽ, കാരണം പബ്ലിക് സെക്ടറിൽ വുമണേ ഇല്ല. 9.35, 100-ൽ 9 പേര് മാത്രമേ എന്തുള്ളൂ പബ്ലിക് സെക്ടറിൽ ജോബ് ചെയ്യുന്നുള്ളൂ. നമുക്കറിയാം ഇത്രയോ ട്രില്യൺ അല്ലെങ്കിൽ ബില്യൺ ആളുകൾ ജീവിക്കുന്ന ഈ ഇന്ത്യയിൽ, അല്ലെങ്കിൽ പോപ്പുലേഷൻ ഈക്വൽ മെന്നിനും വുമണിനും ഈക്വൽ ആയിട്ടിരുന്ന സമയത്തും, പക്ഷെ ഇവിടെ നോക്കുവാണെങ്കിൽ വുമണിൻ്റെ റേഷ്യോ പബ്ലിക് സെക്ടർ ജോബിലുള്ള 9.35%, വിച്ച് ഇസ് ലൈക്ക് ഒരു വളരെ 10% പോലും ഇല്ലാത്തൊരവസ്ഥ നമുക്ക് വന്നിട്ടുണ്ട്. സോ ഇതിന് കാരണം എന്താണ്? ഈ ഒരു പബ്ലിക് സെക്ടർ ജോബിൽ ഇപ്പം നമ്മൾ പബ്ലിക് സെക്ടർ ജോബ് എന്ന് മാത്രം എടുത്തു നോക്കുമ്പം ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ പബ്ലിക് സെക്ടർ എന്ന് പറയുന്നത് ഇവിടുത്തെ റെയിൽവേ ആണ് അല്ലേ. സോ റെയിൽവേയിൽ നമുക്കറിയാം ഏറ്റവും വലുതായിട്ടുള്ള ഒരു പബ്ലിക് സെക്ടർ ജോബ് റെയിൽവേ ആണ്. നമുക്കൊന്ന് നോക്കാം റെയിൽവേയിൽ എത്ര മെൻ ടു വുമൺ റേഷ്യോ ഉണ്ടെന്ന്. സോ റെയിൽവേയിൽ നോക്കുവാണെങ്കിൽ എത്രയാണ്? 92 മെൻ ആൻഡ് 8 വുമൺ. ദാറ്റ് ഈസ് ആ റേഷ്യോ എന്ന് പറയുന്നത് 92:8 ആണ്. സോ ഇവിടെ നോക്കുവാണെങ്കിൽ തന്നെ 92 മെന്നിന് 8 വുമൻസ് ആണുള്ളത്. സോ ഇവിടെ എന്താണ് ലാഗ് ചെയ്യുന്നത്, അല്ലെങ്കിൽ വുമൻസിന് എന്താണ് ഇപ്പോൾ ഇവിടെ ഈ ഒരു പ്രോബ്ലംസ് വരുന്നത്? നമുക്കറിയാം ഒരു പോപ്പുലേഷൻ്റെ പാതിയോളമുള്ള വുമൻസിൻ്റെ 10% പോലും ഒരു പബ്ലിക് സെക്ടർ ജോബിൽ ഇല്ല. അതിന് കാരണമായിട്ടുള്ള എന്താണെന്ന് പോലും നമുക്കറിയില്ല. സോ എങ്ങനെ ഈ ഇന്റർനാഷണൽ വുമൻസ് ഡേ ആയിട്ടുള്ള ഈ ഒരു ടൈമിൽ ഇന്ത്യയിലെ വുമൻസ് എന്ന് പറഞ്ഞാൽ വളരെ താഴ്ന്ന രീതിയിൽ കിടക്കുകയാണ്.
പബ്ലിക് സെക്ടർ ജോബിന്റെ കാര്യം ഇതാണെങ്കിൽ ഏറ്റവും കോമ്പറ്റീഷൻ വരുന്ന പ്രൈവറ്റ് സെക്ടർ ഫേമിൽ അപ്പോൾ എത്രയായിരിക്കും നമുക്ക് തന്നെ ഇതാക്കാൻ പറ്റും. കാരണം കോമ്പറ്റീഷൻ വളർന്നുകൊണ്ടിരിക്കുമ്പോൾ അല്ലെങ്കിൽ ആ ഒരു സ്ട്രെസ് ലൈഫ് വളർന്നുകൊണ്ടിരിക്കുന്ന ഈ ഒരു പ്രൈവറ്റ് സെക്ടർ ജോബിലപ്പോൾ നല്ല രീതിയിൽ കുറവായിരിക്കും. സോ ഈ ഒരു അവയർനെസ് നമുക്ക് നൽകാനാണ്. നിങ്ങളിൽ എത്ര പേര് ഈ കണ്ടുകൊണ്ടിരിക്കുന്ന എത്ര പേരുണ്ട് നമുക്ക് ഒരു പാഷൻ അല്ലെങ്കിൽ നമ്മളൊരു പബ്ലിക് സെക്ടർ ജോബിൽ വേണം അല്ലെങ്കിൽ നമ്മുടെ പാഷനെ നോക്കണം എന്ന് പറഞ്ഞിട്ട് നമുക്കറിയാം ഒരു പബ്ലിക് സെക്ടർ ജോബ് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു മാക്സിമം ഒരു 2 years അല്ലെങ്കിൽ 3 years നമ്മൾ കഷ്ടപ്പെടേണ്ടി വരും. ആ കഷ്ടപ്പാടിന് പോലും നമുക്ക് ആരും ഇല്ലാത്ത ഒരു അവസ്ഥയിലോട്ട് വരികയാണ്. സോ സ്ത്രീകളുടെ ശതമാനം വളരെ കുറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഇതിന് കാരണക്കാരാരാണ്? അല്ലെങ്കിൽ കാരണം എന്താണെന്ന് നോക്കുകയാണെങ്കിൽ ഗവൺമെന്റ് ആണോ ഇതിന് കാരണം? ഈ ഒരു പബ്ലിക് എംപ്ലോയ്മെന്റിന് വേണ്ടിയിട്ട് ഇത് ഗവൺമെന്റിന് കാരണമായിട്ടാണോ നിൽക്കുന്നത്? അല്ല. പക്ഷെ ഗവൺമെന്റ് പല തരത്തിലുള്ള സ്ത്രീകളുടെ ഉന്നമനത്തിന് അല്ലെങ്കിൽ സ്ത്രീകൾ പബ്ലിക് സെക്ടർ ജോബിൽ റേഷ്യോ ഉയർത്താൻ വേണ്ടിയിട്ട് ഗവൺമെന്റ് പല തരത്തിലുള്ള സ്കീമുകളും കൊണ്ടുവന്നിട്ടുണ്ട്. അതിലൊന്നാണ് അവർക്ക് ആപ്ലിക്കേഷൻ ഫീ എന്ന് പറഞ്ഞൊന്നില്ല. സ്ത്രീകൾക്ക് ആപ്ലിക്കേഷൻ ഫീസ് ഇല്ല. അതേപോലെ തന്നെ ഈക്വൽ ആയിട്ടുള്ള വേജസ് ആണ് അവർക്ക് കൊടുക്കുന്നത്. സ്ത്രീകൾ അല്ലെങ്കിൽ പുരുഷൻ അത് ജെൻഡർ നോക്കാതെ തന്നെ ഈക്വൽ ആയിട്ടുള്ള സാലറി ആണ് അവർക്ക്. സാലറി സ്കെയിലിൽ ഒരു പക്ഷഭേദവും അവിടെ ഗവൺമെന്റ് കാണിക്കുന്നില്ല. ആപ്ലിക്കേഷൻ ഫീ കുറച്ച് നമുക്ക് SSC പോലുള്ള ജോലിക്കാണെങ്കിൽ SSC CGL CHSL ആ ഒരു ജോലിക്കാണെങ്കിൽ 1 രൂപ പോലും നമുക്ക് ആപ്ലിക്കേഷൻ ഫീ ആയിട്ട് വാങ്ങിക്കില്ല. പുരുഷന്മാരുടെ കയ്യിൽ നിന്ന് 100 രൂപയാണ് വാങ്ങിക്കുന്നത്. ഇനി റെയിൽവേ പോലുള്ള ജോലി നോക്കുവാണെങ്കിൽ റെയിൽവേക്ക് 500 രൂപയാണ് പുരുഷന്മാർക്കെങ്കിൽ അതിൻ്റെ പാതി 250 രൂപയേ ഉള്ളൂ സ്ത്രീകൾക്ക് കൊടുക്കുന്നത്. സോ ഇത്രയും ഭേദഗതികൾ നമുക്ക് നൽകിയിട്ടും ഇതിൽ ഒരു മാർക്ക് ബേസ്ഡ് ആയിട്ടുള്ള ഒരു ലിസ്റ്റ് മാത്രമേ ഉള്ളൂ. വേറെ റിസർവേഷൻ അല്ലെങ്കിൽ സ്ത്രീ പുരുഷൻ ജെൻഡർ ടൈപ്പിലൊരു റിസർവേഷനും കൊടുക്കാതെ തന്നെ ഈക്വൽ ആയിട്ട് ഗവൺമെന്റ് നോക്കിയിട്ടും എന്തുകൊണ്ട് സ്ത്രീകളുടെ ശതമാനം എന്ന് പറഞ്ഞാൽ 10% പോലും എത്തുന്നില്ല? അതാണ് നമ്മൾ നോക്കേണ്ടത്. സോ നമുക്ക് നോക്കാം. പബ്ലിക് എംപ്ലോയ്മെന്റ് എന്ന് പറയുന്നത് ഓപ്പർച്യൂണിറ്റീസ് ആണ്. കുറേ ഓപ്പർച്യൂണിറ്റീസ് തരുന്നുണ്ട്. ആദ്യത്തെ എന്ന് പറയുന്ന അവിടെ ജെൻഡർ വേജ് ഗ്യാപ്പ് ഇല്ല. ദർ ഇസ് നോ ജെൻഡർ വേജ് ഗ്യാപ്പ് ബിറ്റ്വീൻ ഏതാണ് പബ്ലിക് എംപ്ലോയ്മെന്റിൽ സ്ത്രീ പുരുഷൻ എന്നുള്ള രീതിയിൽ ഒരു ജെൻഡർ വേജ് ഗ്യാപ്പ് പോലും ഇല്ല. ഇനി ഒരു സോഷ്യൽ സെക്ടർ സർവീസിൽ നമ്മൾ ജോബ് ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ വുമൻസിന് ഹ്യൂമൻ ഡെവലപ്മെന്റ് ഔട്ട്കംസും നല്ല രീതിയിൽ ഇൻക്രീസ് ആവുന്നുണ്ട്. അതേപോലെ തന്നെ അവർക്ക് ഗവൺമെന്റ് ജോലി നല്ല രീതിയിൽ പെർഫോം ചെയ്യാനും പറ്റുന്നുണ്ട്. ഇതെല്ലാം സ്ത്രീകൾക്ക് നമ്മുടെ ഗവൺമെന്റ് അല്ലെങ്കിൽ പബ്ലിക് എംപ്ലോയ്മെന്റ്, നമ്മൾ പബ്ലിക്കും പ്രൈവറ്റും കൂടെ നോക്കുമ്പോഴും പബ്ലിക് എംപ്ലോയ്മെന്റ് തരുന്ന കുറച്ച് ഇതാണ്. അതേപോലെ തന്നെ നമ്മുടെ ലൈഫ് സ്റ്റൈലും അത് രീതിയിൽ മാറുന്നുണ്ട്. നമ്മളുടെ ഈ ഒരു 18 വയസ്സ് കഴിഞ്ഞാൽ നമുക്ക് എല്ലാ പബ്ലിക് എംപ്ലോയ്മെന്റിലും വേണമെങ്കിലും ഗ്രാജുവേറ്റ് ആണെങ്കിൽ CGL പോലുള്ള എക്സാമിനും +2 അല്ലെങ്കിൽ 10ാം ക്ലാസ് തരത്തിലുള്ളത് CHSL GD ആ ഒരു എക്സാംസിനും എടുക്കാൻ പറ്റും. ആൻഡ് വുമൻസിനെ പോലീസിൽ പോലും അല്ലെങ്കിൽ പോലീസ് ഡിഫൻസ് സർവീസിൽ എല്ലാം ഇപ്പോൾ കയറ്റുന്നുണ്ട്. സോ എന്നിട്ട് പോലും വുമന്റെ ഈ ഒരു അളവെന്ന് പറയുന്നത് വളരെ കുറവാണ്. സോ പബ്ലിക് എംപ്ലോയ്മെന്റ് ആണ് കൂടുതലായിട്ട് വരുന്നത്. ഇനി ഈക്വൽ റെമ്യൂണറേഷൻ ആക്ട് 1976 അനുസരിച്ച് 1976 ഈക്വൽ റെമ്യൂണറേഷൻ ആക്ട് വെച്ചിട്ടാണ് വുമൻസ് ആൻഡ് ജെൻസ് അല്ലെങ്കിൽ ജെൻഡർ വേജസ് ഇല്ലാതെ എലിമിനേറ്റ് ചെയ്തിട്ട് ഒരേ എന്ന് വെച്ചാൽ വർക്ക് ചെയ്യുന്ന അടിസ്ഥാനത്തിൽ ഇത് കിട്ടുന്നത്. എന്ന് വെച്ചാൽ നമുക്കിപ്പോൾ CGLന്റെ ഏത് പോസ്റ്റാണോ അല്ലെങ്കിൽ CHSLന്റെ ഏത് പോസ്റ്റാണോ കിട്ടുന്നത് അവിടെ നിൽക്കുന്ന സ്ത്രീക്കും പുരുഷനും ഒരേ രീതിയിലുള്ള വേജസ് ആയിരിക്കും. ഇനി ഗവൺമെന്റ് എന്ന് പറഞ്ഞാൽ കുറേ മെഷേഴ്സ് എടുത്തിട്ടുണ്ട് ഇനി സ്ത്രീകളെ കൂടുതൽ കൊണ്ടുവരാൻ. നമുക്കറിയാം സ്ത്രീകളാകുമ്പോൾ മെറ്റേണിറ്റി ലീവ്സും അതേപോലെ തന്നെ ആ ഒരു ഇതും വേണ്ടി വരും. സോ നോക്കുവാണെങ്കിൽ മെറ്റേണിറ്റി ലീവ്സിൻ്റെ ഇതിൽ വരുമ്പോൾ അവരുടെ റെപ്രസെൻറ്റേഷൻ കൂട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ മെറ്റേണിറ്റി ലീവ്സ് 180 ദിവസത്തിന് കൊടുക്കുന്നുണ്ട്. 180 ഡേയ്സിൽ ഗവൺമെൻറ് മെറ്റേണിറ്റി ലീവ് കൊടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ ചൈൽഡ് ലീവ്സ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ചൈൽഡിനെ ടേക്ക് കെയർ ചെയ്യാനായിട്ട് 730 ദിവസവും കൊടുക്കുന്നുണ്ട്. ഇനി അഡോപ്ഷൻ ആണ് നിങ്ങൾക്ക് നോക്കുന്നതെങ്കിൽ അഡോപ്ഷൻ്റെ കേസിൽ നോക്കുന്നുണ്ട് 150 ദിവസമെങ്കിലും ലീവ്സ് അവിടെ കൊടുക്കുന്നുണ്ട്. പിന്നെ അതേപോലെ തന്നെ സ്പെഷ്യൽ ആയിട്ടുള്ള അലവൻസ് ഉണ്ട്, ഹൗസ് അലവൻസ്, അങ്ങനെയുള്ള ഹോം അലവൻസ് ഉണ്ട്, അതേപോലെ ട്രാൻസ്പോർട്ട് അലവൻസ് ഉണ്ട്. ഇതെല്ലാം നൽകിയിട്ടും നമ്മുടെ ഈ ഒരു ഗവൺമെന്റ് ഇത്രയും ഓപ്പർച്യൂണിറ്റീസ് സ്ത്രീകൾക്ക് വേണ്ടി കൊടുത്തിട്ടും നമ്മൾ മുന്നോട്ട് വരുന്നില്ല. അതിന് എന്താണ് കാരണം അല്ലെങ്കിൽ എന്താണ് ഇതിനുള്ള വിലങ്ങ് തടി എന്നുള്ളതാണ് നമ്മളിനി നോക്കേണ്ടത്.
സോ നമുക്ക് നോക്കുവാണെങ്കിൽ പോസ്റ്റിങ്ങിന്റെ കേസിൽ പോലും സ്ത്രീകൾക്ക് ഒരു ആനുകൂല്യമുണ്ട്. സ്ത്രീകൾക്ക് എപ്പോഴും അവരവരുടെ ഹോം ടൗണിനടുത്ത് തന്നെ ആയിരിക്കും കിട്ടുന്നത്, അല്ലെങ്കിൽ ഹോം സ്റ്റേറ്റിന്റെ അടുത്ത് തന്നെ ആയിരിക്കും കിട്ടുന്നത്. നമ്മളുടെ സ്റ്റേറ്റ് ഏതാണോ അതിൽ തന്നെ ആയിരിക്കും. എക്സാം സെന്ററിൽ പോലും ഈ ഒരു ഇതുണ്ട്. കാരണം നമുക്ക് അടുത്ത് പോയി എഴുതാൻ പറ്റുന്ന എക്സാം സെന്ററിൽ തന്നെയായിരിക്കും നമുക്ക് വരുന്ന എക്സാം സെന്റർ. അതേപോലെ തന്നെ പോസ്റ്റിങ്ങിന്റെ കേസിൽ നമുക്ക് ജനറൽ ആയിട്ട് നമുക്ക് നോക്കുവാണെങ്കിൽ നമ്മുടെ സെൻട്രൽ ഗവൺമെന്റ് ഓഫീസേഴ്സ്, നമുക്കറിയാം സെൻട്രൽ ഗവൺമെന്റ് ഓഫീസേഴ്സ് ആകുമ്പോൾ ഇന്ത്യയിലെ പല ഭാഗത്തും വർക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട്. പക്ഷെ സ്ത്രീകളുടെ ഇതിൽ നോക്കുവാണെങ്കിൽ നമുക്ക് സ്ത്രീകൾക്ക് പരിഗണന തന്നുകൊണ്ട് തന്നെ പോസ്റ്റിങ്ങിന്റെ കേസിൽ വരെ അവർ ഈ ഒരു ഓപ്പർച്യൂണിറ്റി തന്നിട്ടുണ്ട്. പോസ്റ്റിങ്ങിൽ വരെ നമുക്ക് കുറച്ചും കൂടെ ഹോമിലോട്ട് പോകാൻ വേണ്ടിയിട്ട് ഈസിയർ ആയിട്ടുള്ള ഏതെങ്കിലും ഹോം ടൗൺ ആ ഒരു ടൗണിലേക്ക് കൊടുക്കുന്നുണ്ട്. ഇനി ആപ്ലിക്കേഷൻ ഫീ ഇല്ല, അതൊരു വേറൊരു രീതിയാണ്. നമുക്ക് ചില സ്ത്രീകൾ നമുക്ക് ഇപ്പോഴും അറിയാം, ചിലർ ഇപ്പോഴും നോർത്തിലോട്ടുള്ള, അല്ലെങ്കിൽ നമ്മൾ കേരളത്തിൽ വളരെ റെയറാണ്, എന്നാലും ഉണ്ടാകും ആപ്ലിക്കേഷൻ ഫീസ് അല്ലെങ്കിൽ ഫീസ് കൊടുക്കത്തില്ല. പെൺകുട്ടികളെ പഠിപ്പിക്കാൻ പോലും താല്പര്യമില്ലാതെ എങ്ങനെയെങ്കിലും ഒന്ന് ഡിഗ്രി കഴിഞ്ഞിട്ട് നമ്മൾ വേറെ എന്തെങ്കിലും കല്യാണം കഴിക്കുക ആ ഒരു രീതിയിലോട്ട് പോകുന്നുണ്ടാവും. പക്ഷേ അതിൽ നമ്മുടെ കയ്യിൽ ചിലപ്പോൾ പൈസ ഇല്ലായിരിക്കും. ഏർണിംഗ് ആയിട്ടുള്ള വുമൺസ് അല്ല ഇവിടെ ഉള്ളത്. അപ്പോൾ ആ ഒരു എമൗണ്ട് നമ്മുടെ കയ്യിൽ ഇല്ല എങ്കിൽ പോലും നമുക്ക് ആപ്ലിക്കേഷൻ ഫീസ് ഇല്ല. ഗവൺമെൻറ്റിൻ്റെ പല ജോലികൾക്കും ആപ്ലിക്കേഷൻ ഫീസ് നമുക്ക് വേണ്ട, എക്സാംസിന് വേണ്ട. അടുത്ത സാലറി പെർക്സ് നോക്കുവാണെങ്കിൽ നമുക്കറിയാം ഈ ഒരു മെയിൽ ഡോമിനേറ്റഡ് സൊസൈറ്റിയിൽ എപ്പോഴും മെയിൽസിനാണ് ഡോമിനേഷൻ. ഇപ്പോൾ പ്രൈവറ്റ് സെക്ടറിൽ എടുത്താലും മെയിൽസിനാണ് ഡോമിനേഷൻ. പക്ഷേ പബ്ലിക് സെക്ടർ എടുക്കുമ്പോൾ ആ ഒരു ഡോമിനേഷൻ ഇല്ല. നമ്മുടെ സാലറി രണ്ട് ജെൻഡേഴ്സിനും ഈക്വൽ ആയിരിക്കും. എക്സ്പീരിയൻസിന്റെ ബേസിസിൽ രണ്ടു പേർക്കും ഒരേ രീതിയിലായിരിക്കും അവിടെ ഉണ്ടാകുന്ന ഗ്രോത്ത് എന്നും പറയുന്നത്. കരിയർ ഗ്രോത്ത് അല്ലെങ്കിൽ മോസ്റ്റ് ഇതിലും കരിയർ ഗ്രോത്ത് എന്ന് പറയുന്നതും ഈ ഒരു ജെൻഡർ ബേസ്ഡ് അല്ല. സോ ഇത്രയും അടിസ്ഥാനത്തിൽ നമുക്ക് ഇത്രയും ഇത് ഗവൺമെന്റ് തന്നിട്ടും എന്തുകൊണ്ട് നമ്മൾ ഈ ഒരു സെക്ടറിലേക്ക് അല്ലെങ്കിൽ ഒരു പബ്ലിക് സെക്ടറിലേക്ക് ഇതാക്കുന്നില്ല? ഇത്രയും നമുക്ക് വൈബ് അല്ലെങ്കിൽ നമ്മുടെ ഒരു ലൈഫിന് തന്നെ നല്ലൊരു ക്വാളിറ്റി ഓഫ് ലൈഫ് തന്നെ ലീഡ് ചെയ്യാൻ പറ്റുന്ന ഈ ഒരു ജോലിയിലേക്ക് എന്തുകൊണ്ട് 10% പോലും സ്ത്രീകളില്ല എന്നുള്ളതാണ് ഇനി ചർച്ച ചെയ്യേണ്ടത്. സോ ഈ ഒരു വർഷത്തെ ഒരു തീം എന്ന് പറയുന്നത് ഇൻവെസ്റ്റ് ഇൻ വുമൻസ് ആൻഡ് ആക്സിലറേറ്റ് പ്രോഗ്രസ് എന്നാണ്. പക്ഷേ ഇവിടെ ഇൻവെസ്റ്റ് ചെയ്യാൻ വുമൻസ് ഇല്ല. ആ ഒരു രീതിയിലോട്ടാണ് നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. എന്തുകൊണ്ട്? ഇപ്പം കേരളത്തിലാണെങ്കിൽ പോലും നമ്മളിപ്പോൾ നോക്കാം, ഇതിപ്പം ജസ്റ്റ് ഇന്ത്യയുടെ ഇതല്ലേ, കേരളത്തിൽ പോലും 27% സ്ത്രീകൾ മാത്രമേ ചെയ്യുന്നുള്ളൂ, പബ്ലിക് സെക്ടർ ജോബിൽ വർക്ക് ചെയ്യുന്നുള്ളൂ. കേരളത്തിൽ 27% സ്ത്രീകൾ മാത്രമേ പബ്ലിക് സെക്ടർ ജോലിയിൽ വർക്ക് ചെയ്യുന്നുള്ളൂ. ഇവിടെ കേരളത്തിലാണ് 6 എന്ന് പറയുന്നത്, വുമൺ ടു മെൻ റേഷ്യോ എന്ന് പറയുന്നത് വളരെ ഹൈ ആയിട്ടുള്ളത്. എന്നിട്ടും ഇവിടെ പബ്ലിക് സെക്ടറിൽ വർക്ക് ചെയ്യുന്ന സ്ത്രീകളുടെ എണ്ണം 27% മാത്രമാണ്. സോ ഈ ഒരു വ്യത്യാസം കേരളത്തിലാണെങ്കിലും ഇവിടുത്തുള്ള സ്ത്രീയും പുരുഷനും സെൻട്രൽ ഗവൺമെന്റ് ജോലിയിൽ വളരെ കുറവാണ്. നമ്മൾ സൗത്ത് ഇന്ത്യൻ സ്റ്റേറ്റിൽ എടുക്കുമ്പോൾ കേരളത്തിൽ നിന്നാണ് ഏറ്റവും കുറവായിട്ടുള്ള ആളുകൾ സെൻട്രൽ ഗവൺമെന്റ് ജോലിയിലേക്ക്. സോ ഇത്രയും പ്രശ്നങ്ങൾ എന്താണ് ഇവിടെ ഉള്ളതെന്ന് അറിയില്ല. കാരണം ഓപ്പർച്യൂണിറ്റി നമുക്ക് രണ്ടുപേർക്കും, സ്ത്രീക്കായാലും പുരുഷനായാലും ഒരേ എക്സാം ആണ്, ഒരേ മാർക്ക് ക്രൈറ്റീരിയ ആണ്, വേറെ ഒരു രീതിയിലും ഇല്ല. അതിനോട്ട് നമ്മളെ പോകാൻ വേണ്ടിയിട്ട് കുറച്ചും കൂടെ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ഗവൺമെന്റ്. സോ ദാറ്റ് ഇത്രയും കരിയർ ഓപ്ഷൻ നമുക്ക് നൽകിയിട്ട് പോലും എന്നിട്ടും നമ്മൾ ഈ ഒരു രീതിയിൽ നിൽക്കുകയാണ്. സോ ഇതിൽ തടയിട്ട് നിങ്ങൾ എന്തായാലും മുന്നിലോട്ട് വരിക. നമ്മൾ ഈ ഒരു പബ്ലിക് സെക്ടർ ജോബ് ഇത്രയും ക്വാളിറ്റി ഓഫ് ലൈഫ് ലീഡ് ചെയ്യാൻ പറ്റുന്ന അത്രയ്ക്ക് സ്ട്രെസ് ഇല്ലാത്ത ഈ ഒരു ജോലിക്ക് വേണ്ടിയിട്ട് സ്ത്രീകൾ മൾട്ടി ടാസ്കേഴ്സ് ആണ്. മൾട്ടി ടാസ്കിങ് ചെയ്ത് ആ ഒരു രീതിയിൽ തന്നെ നമ്മൾ ഈ ഒരു പബ്ലിക് സെക്ടർ ജോബ്സിലേക്കും വരിക. നമുക്കെന്നാൽ നമ്മുടെ വെറാൻഡ റേസ് എന്ന് പറയുന്നത്, വെറാൻഡ റേസിൽ കുറേ സ്ത്രീകൾ അല്ലെങ്കിൽ കുറേ പെൺകുട്ടികൾ ഓരോ സെക്ടർ ജോബ്സും പബ്ലിക് സെക്ടറിൽ ഓരോ സെക്ടർ, ബാങ്ക് എടുത്തോട്ടെ, അതേപോലെ റെയിൽവേ, SSC, CGL, CHSL ഈ ഒരു എക്സാംസ് എല്ലാം ക്ലിയർ ചെയ്ത നിരവധി സ്റ്റുഡൻസ് അല്ലെങ്കിൽ പെൺകുട്ടികൾ ഇവിടെ ഉണ്ട്. സോ നമുക്ക് അവരെ ഒന്ന് പരിചയപ്പെടാം. നമ്മുടെ വുമൺ അച്ചീവേഴ്സ് ആണ് ഇവരെല്ലാം. ദേവിക RRB ഗ്രൂപ്പ് ഡിയിൽ ആയിട്ട് നിൽക്കുന്നു. ദെൻ അടുത്തത് അശ്വതി. ഇവരെല്ലാവരും ഈ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിച്ച് ഇവിടെ അല്ലെങ്കിൽ മെൻറ്ററായിട്ട് വർക്ക് ചെയ്തിട്ട് ഈ ഒരു ജോലി കിട്ടിയവരാണ്. ഈ ദേവിക എന്ന് പറയുന്ന ആള് ഇവിടുത്തെ മെൻറ്ററായിരുന്നു. ഇവിടെ പഠിപ്പിച്ച് ആ ഒരു രീതിയിൽ നമുക്ക് RRB റെയിൽവേയിലോട്ട് കയറിയിരിക്കുന്നതാണ്. റെയിൽവേ നമ്മൾ കണ്ടായിരുന്നു, 8% പെൺകുട്ടികൾ മാത്രമുള്ള റെയിൽവേയിൽ തന്നെ നമ്മുടെ വെറാൻഡ റേസിലെ സ്റ്റുഡൻസും ഉണ്ട്. സോ അതെന്ന് പറയുന്നത് നമുക്കൊരു അഭിമാന നിമിഷമാണ്. കാരണം ഈ ഇത്രയും ശതമാനം കുറഞ്ഞതിലും നമ്മുടെ ഒരു കൈയുണ്ട് എന്നുള്ള രീതിയിൽ. അടുത്തത് അശ്വതി
റെയിൽവേയിൽ തന്നെ സ്റ്റേഷൻ മാസ്റ്റർ, RRBയിൽ തന്നെ സ്റ്റേഷൻ മാസ്റ്റർ ആയിട്ടാണ്. അടുത്തത് ഗംഗാ ഗിരീഷ്, RRB PO, ദാറ്റ് ഈസ് റീജിയണൽ റൂറൽ ബാങ്കിൽ PO ആയിട്ട് കിട്ടിയിരിക്കുകയാണ്, പ്രൊബേഷണറി ഓഫീസറായിട്ട് ഉള്ളതാണ്. അടുത്ത് നോക്കുവാണെങ്കിൽ കാവ്യ, IBPS ക്ലർക്കും POയും ഒരേ സമയം തന്നെ IBPS ക്ലർക്കും POയും നേടിയിട്ടുണ്ട്. കാവ്യ എന്ന് പറയുന്നത് 2 ജോലികളാണ്, 2 ജോലികൾ ഒരേ സമയത്ത് നേടിയിട്ടുണ്ട്. ഇവിടെ പല പെൺകുട്ടികളും ഒരേ സമയത്ത് ഒരു വർഷം തന്നെ 5 ജോലി ട്രാക്ക് ചെയ്തവരുണ്ട്. ഇവരെല്ലാവരും നിങ്ങളുടെ അതേ സ്ട്രഗിൾസിൽ വന്നതായിരിക്കാം, ചിലപ്പോൾ നിങ്ങളെക്കാട്ടി സ്ട്രഗിൾസ് കുറഞ്ഞവരായിരിക്കാം അവർ. എന്നിട്ടും അവർ ഈ ഒരു സ്വപ്ന നേട്ടം നേടിയിട്ടുണ്ടെങ്കിൽ എന്തുകൊണ്ട് നിങ്ങൾക്ക്, വൈ നോട്ട് യു, നിങ്ങൾക്ക് എന്തുകൊണ്ട് എടുത്തുകൂടാ? ഈ ഒരു പ്രഷർ എന്തുകൊണ്ട് എടുത്തുകൂടാ? ദെൻ അടുത്തത് നിവേദിത, RRB ഗ്രൂപ്പ് D ഇട്ടിട്ടുള്ള ആളാണ്. ദെൻ ആഷ്ലി എന്ന് പറയുന്നത് RRB PO ക്ലർക്ക്, റീജിയണൽ റൂറൽ ബാങ്കിൽ POയും ക്ലർക്കുമായിട്ട് നൽകിയതാണ്. അതേപോലെ IBPS ക്ലർക്കും പുള്ളിക്കാരി ചെയ്തിട്ടുണ്ട്. സോ ഇത്രയും അച്ചീവേഴ്സ്, ഇത് വളരെ കുറച്ചാണ്. ഈ ഒരു സീരീസിലൂടെ നിങ്ങൾ കുറേ പേരെ പരിചയപ്പെടും. ദാറ്റ് ഈസ് വുമൺ. എങ്ങനെയൊക്കെ ഇവരൊക്കെ നിങ്ങളെ എൻഹാൻസ് ചെയ്യുന്നു എന്നാണ് നമുക്കറിയേണ്ടത്. സോ നിങ്ങൾക്കായിട്ട് ഈ ഒരു സെഷൻ കൊണ്ടുപോയത് നിങ്ങൾക്കുള്ള ഓപ്പർച്യൂണിറ്റീസ് ഇതാക്കാനാണ്. നിങ്ങൾക്ക് ഇത്രയും ഓപ്പർച്യൂണിറ്റീസ് ഗവൺമെൻറ് തരുമ്പോൾ നിങ്ങൾ അവെയർ ആവണം. കാരണം നിങ്ങൾ അവെയർ ആയാൽ മാത്രമേ നമുക്ക് ഈ ഒരു പെർസെൻറ്റേജ്, നമുക്ക് വുമൺ എംപവർമെൻ്റ് എന്ന് പറയുമ്പോഴും വുമൺ എംപവർമെൻറ്റ് എല്ലാ സെക്ടേഴ്സിലും വേണം. സോ ദാറ്റ് എല്ലാ സെക്ടറിലും ആ ഒരു വുമൺ എംപവർമെൻറ്റ് കാണിച്ചാൽ മാത്രമേ നമുക്ക് ഈക്വൽ ആവാൻ പറ്റൂ. ഒന്ന് നോക്കി, ഒരു 100-ൽ 8% മാത്രം അല്ലെങ്കിൽ 9% മാത്രമാണ് അവിടെ വുമൺ ഉണ്ടെങ്കിൽ എങ്ങനെയാണ് അവിടെ വുമൺ എംപവർമെൻ്റ് ആകുന്നത്? അല്ലെങ്കിൽ എങ്ങനെയാണ് അവിടെ ഇൻവെസ്റ്റ്മെൻറ്റ് എടുക്കുന്നത്? ഇത്രയും വലിയ ഫേമായൊരു പബ്ലിക് സെക്ടർ ഫേമിൽ എത്രയോ കുട്ടികൾ ഡിഗ്രി കഴിഞ്ഞിട്ട് ഇറങ്ങുന്നുണ്ട്. നമ്മളിപ്പോൾ ഡിഗ്രി കഴിഞ്ഞിറങ്ങിയ സ്റ്റുഡൻസിനെ നോക്കുകയാണെങ്കിൽ എത്രയോ പെൺകുട്ടികളുണ്ട്. പക്ഷെ അതിൽ 8% പേര് മാത്രം, ഓൾ ഇന്ത്യ എടുക്കുമ്പോൾ 8% പേര് മാത്രമാണ് നമ്മുടെ ഗവൺമെൻറ് ജോബ്സിൽ, പബ്ലിക് സെക്ടർ ജോബ്സിലുള്ളത്. സോ ഇനി നിങ്ങൾ റിയലൈസ് ചെയ്യണം, ഈ ഒരു വീക്ക് തന്നെ നിങ്ങൾ റിയലൈസ് ചെയ്യണം. സോ ദാറ്റ് നിങ്ങൾക്ക് ഈ ഒരു ഫേമിലേക്ക്, പബ്ലിക് സെക്ടർ ഫേമിലേക്ക് എൻ്റർ ചെയ്യാനായിട്ടുള്ളൊരു ബെസ്റ്റ് ഓപ്ഷൻ ഏതാണെന്ന് ചൂസ് ചെയ്തതിന് ശേഷം നിങ്ങൾ അതിനു വേണ്ടി കഷ്ടപ്പെടുക. നമുക്ക് ഈ ഒരു ഇക്വാലിറ്റി, ആ ഒരു ഗ്രാഫ് ഒരു 20-40 എങ്കിലും 20-80 എങ്കിലും ആക്കണം, അല്ലെങ്കിൽ ഒരു 25 അല്ലെങ്കിൽ ഒരു കാൽ ഭാഗമെങ്കിലും ആക്കണം. സോ 25% ആക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഓരോരുത്തരും അതിന് വേണ്ടിയിട്ട് ശ്രമിക്കുക. സോ ദാറ്റ് ഇന്നത്തെ സെഷൻ എന്ന് പറയുന്നത് ഈ ഒരു ഓപ്പർച്യൂണിറ്റി ഫോർ വുമൻസ് ഇൻ ഗവൺമെൻറ് ജോബ്സ് ആയിരുന്നു. സോ ഇനി കുറേ സെഷൻസ് ഇവിടെ വരുന്നുണ്ട്. സോ ദാറ്റ് നിങ്ങൾക്ക് കുറേ ആയിട്ട് അവെയർ ആകാൻ വേണ്ടി, നിങ്ങളെ ഒന്നും കൂടെ അവെയർനെസ് ആക്കാൻ വേണ്ടിയിട്ട് വെറാൻഡ റൈസ് നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു പ്രോഗ്രാം നോക്കുന്നത്. ഇന്നത്തെ സെഷൻ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. താങ്ക് യു വെരി മച്ച്.